2 lakhs-ന്റെ മെഡിസിൻ, ഓരോ കീമോയ്ക്കും 2 lakhs-ന്റെ മെഡിസിൻ വെച്ച് എനിക്ക് എടുക്കുന്നുണ്ട് ശരീരത്തിൽ. സോ ഓരോ കീമോയ്ക്കും 2 lakhs-ന്റെ മെഡിസിൻ വെച്ചെടുക്കുന്നുണ്ട് എനിക്ക്. PHESGO എന്ന് പറയുന്ന 600 mg + 600 mg എന്ന് പറയുന്ന മെഡിസിനാണ് രേണു ഉപയോഗിക്കുന്നത്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ രേണു സുധി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇതിനോടകം പല ആളുകളും റിയാക്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ രേണു ചെയ്ത ഈ വീഡിയോയ്ക്കകത്ത് കുറച്ചധികം പ്രശ്നങ്ങളോ പോരായ്മകളോ എന്തൊക്കെയോ ഒരുപാട് കള്ളം പറയുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഒരു ഫീല്. രേണു ഈ വീഡിയോയ്ക്കകത്ത് പ്രധാനമായിട്ടും 2 വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തത് തൻ്റെ രണ്ടാമത്തെ മകൻ, അതായത് ഋതപ്പനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവനെ ഇന്ന ആളുകളുടെ കയ്യിലായിരിക്കും. രണ്ടാമത്തെ വിഷയം, ഈ പുള്ളിക്കാരി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് പുള്ളിക്കാരിയുടെ പ്രധാന വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് യൂട്യൂബിനകത്തൂടെയാണ്. പുള്ളിക്കാരി എടുക്കുന്ന മെഡിസിൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, ഇതിനകത്ത് രണ്ടിനകത്തും എനിക്ക് കുറച്ച് സംശയങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം രേണുവിൻ്റെ വീഡിയോ കണ്ടു തന്നെ നമുക്ക് തുടങ്ങാം. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഞാനൊരു നീക്കം പറഞ്ഞു, അത് ആരുടെയാണോ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ നീക്കം എന്നെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. കാരണം എനിക്ക് 10ാമത്തെ കീമോയാണ്. മനസ്സ് എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം സന്തോഷിക്കാം. എനിക്കിനി എന്താണ് സന്തോഷിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ ഒരു ക്യാൻസർ അല്ല എനിക്ക്. ക്യാൻസർ ആണെങ്കിൽ പോലും അതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എനിക്ക്. അതെനിക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും അറിയാം. നിങ്ങൾ ഈ പറയുന്നത് സാധാരണ ക്യാൻസർ അല്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ്. ക്യാൻസർ എത്ര തരം ഉണ്ട് രേണു പറയുന്നത്? രേണുവിന് എന്ത് തരം ക്യാൻസറാണ്? അപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞത് പ്രകാരം രേണുവിന് ബ്രസ്റ്റ് ക്യാൻസറാണ്. രേണു 4ാം സ്റ്റേജ് ആണെന്നൊക്കെ പറയുന്നു. ഇത് തംബ്നെയിലിനകത്ത് തന്നെ കോടതിയോടുള്ള റിക്വസ്റ്റും അങ്ങനെ കുറേ സാധനങ്ങൾ തംബ്നെയിലിനകത്ത് തന്നെ ഒരു എസ്സേ എഴുതി ചാമ്പിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അറിഞ്ഞത് പ്രകാരം ഇത് അത്ര സീരിയസ് അല്ല, റിക്കവർ ആകുന്ന സാധനമാണ്, പെട്ടെന്ന് റിക്കവറായി വരട്ടെ. സ്വാഭാവികമായിട്ടും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേനും കീമോ എടുക്കുമ്പോഴത്തേനും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായി മനുഷ്യന്മാർക്കുണ്ടാവും. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഇവരും ഫേസ് ചെയ്യുന്നുണ്ട്. 1st സ്റ്റേജ് ആണെങ്കിലും 4th സ്റ്റേജ് ആണെങ്കിലും കീമോ എടുക്കുമ്പോൾ ഒരുപാട് മനുഷ്യൻ അവശതയിലേക്ക് പോകും. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അസുഖത്തിനെ രേണു ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് പലയിടത്തും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുള്ളിക്കാരി മറ്റേ പിക് ലൈൻ ഇട്ടിട്ടുണ്ട്. പിക് ലൈൻ ഇട്ടിട്ട് പല തരത്തിലുള്ള ഡാൻസുകൾ ടൊട്ടൊട്ടോടോ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഈ രേണുവിന് വേദന എടുക്കില്ല എന്നാണ് ഒരു സംശയം. ഇതിലേക്ക് ഞാൻ വരാം, ഈ പിക് ലൈനിലേക്കൊക്കെ ഞാൻ വരാം കേട്ടോ. രേണു അതിനെക്കുറിച്ച് പറയുന്ന സമയത്തൊക്കെ ഞാൻ വരാം. കളത്തിൽ എന്തിനാണ് ഞാൻ ഈ കളത്തിൽ ഈ പിക് ലൈൻ ഏതായാലും വിവരമുള്ളവർക്ക് ഹാർട്ടിൽ കിടക്കുന്ന സാധനമാണ്. ഇതിനകത്തൂടെ അതിന്റെ കത്തീറ്റർ ഹാർട്ടിൽ കിടക്കുന്നതാണ്. സോ ഇത് വെറുതെ എന്തായാലും ഒരു ഡോക്ടേഴ്സും കുത്തിയിടത്തില്ല. സോ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ കള്ളം ചെയ്യത്തില്ല, കള്ളം പറയത്തില്ല. ഒരു അസുഖത്തെ വെച്ച്, അത് ഇത്രയും വലിയൊരു മാരകാവസ്ഥയെ വെച്ച് നമ്മൾ കള്ളം പറയില്ല. അതെ അതെ അതെ, പുണ്യവതിയാണ്, ഹരിചന്ദ്രൻ്റെ കൊച്ചുമകളാണ് രേണു. കള്ളം പറയത്തേ ഇല്ല, പ്രത്യേകിച്ച് ഈ അസുഖത്തെ വെച്ചിട്ട്. ഉറപ്പിക്കാവോ രേണു? ഇതിന് വീണ്ടും മാറ്റി പറയത്തില്ലല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് ഈ പിക് ലൈൻ്റെ വിഷയങ്ങൾ നോക്കാം. ഈ പിക് ലൈൻ ചികിത്സ എന്ന് പറയുന്നത് PICC ലൈൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതെന്താണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാനിവിടെ വെക്കാം. ഇത് കയ്യിലെ ഒരു വലിയ രക്തക്കുഴലിലൂടെ കയറ്റി ഹൃദയത്തിലുള്ള വലിയ രക്തക്കുഴലിലേക്ക് എത്തിക്കുന്ന നീളമുള്ള മെലിഞ്ഞ ട്യൂബാണ് ഈ പിക് ലൈൻ. അതായത് ഹൃദയത്തിൽ നിന്നുള്ള ലൈനാണ് പുള്ളിക്കാരി നേരെ ഇവിടെ കയ്യിൽ പുറത്തോട്ട് നമ്മൾ കാണുന്നത്. ദീർഘകാല മരുന്നുകളും ചികിത്സകളും സുരക്ഷിതമായി നൽകുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പല കീമോകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബേസിക്കലി എല്ലാ ആളുകൾക്കും കയ്യിൽ ഞരമ്പ് കാണും. ഈ ഞരമ്പ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ ഒരുപാട് നാളുകൾ പല തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ട ആളുകൾക്കുമാണ് ഈ പിക് ലൈൻ എടുത്തിടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹാർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി വരുന്നൊരു ലൈനാണ്. ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. ബാക്കി പിക് ലൈൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അത് വേണ്ട, ദീർഘകാല ഇതിനും ക്യാൻസർ കീമോതെറാപ്പിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പിക് ലൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിക് ലൈൻ്റെ ഗുണങ്ങൾ: ഇടയ്ക്കിടെ സൂചി കുത്തേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ശരിയായി പരിപാലനത്തോടെ ആഴ്ചകളോ മാസങ്ങളോ വരെ ഉപയോഗിക്കാം. ദീർഘകാല ചികിത്സയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. ഓക്കെ, ബാക്കി ഇതുകൊണ്ടുണ്ടാകുന്ന അപകട സാധ്യതകൾ. നോട്ട് ദിസ് പോയിന്റ്, അപകട സാധ്യതകൾ. ഓക്കെ, അണുബാധ, ഇൻഫെക്ഷൻ. ഓക്കെ, രക്തം കട്ട പിടിക്കൽ, കയറ്റിയ ഭാഗത്ത് വേദന, ചതവ് അല്ലെങ്കിൽ രക്തസ്രാവം, ട്യൂബ് ബ്ലോക്ക് ആകുക, അപൂർവമായി ട്യൂബ് സ്ഥാനം മാറുക. ഇതൊക്കെയാണ് ഈ പിക് ലൈൻ ഇടുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പുള്ളിക്കാരി തുള്ളിച്ചാടി കളിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് ഇത്രയും റിസ്കി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് വളരെ ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കേണ്ട സാധനങ്ങളാണ്. കാലാകാലങ്ങളിൽ ക്രമമായിട്ടുള്ള സമയങ്ങളിൽ ഇത് സ്ട്രെസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് ഇൻഫെക്ഷൻ ആകാൻ പാടില്ല, ഫ്ലൂയിഡ് നിറയാൻ പാടില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഇതൊന്നും കാര്യമാക്കാതെ രേണു ഈ പിക്ക് ലൈൻ ഇട്ട് തുള്ളിക്കളിക്കുന്നുണ്ട്. ഈ പിക്ക് ലൈൻ്റെ കാര്യം പറയുമ്പോഴത്തേനും പുള്ളിക്കാരിക്ക് ക്യാൻസർ ഇല്ല എന്നൊരു അവകാശവാദം ആരും ഉന്നയിച്ചതായിട്ട് ഞാൻ കേൾക്കുന്നില്ല. ഇവർ തന്നെയാണ് ഇവർക്ക് ക്യാൻസർ ഇല്ലെന്ന് ആരോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, അത് എന്തോ ആട്ടെ, നമുക്ക് രേണു പറയുന്ന ബാക്കി കേൾക്കാം. പിക്ക് ലൈൻ്റെ പരിപാടി പിടി കിട്ടിയല്ലോ. ആദ്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായത് എൻ്റെ കുഞ്ഞ് ഋതപ്പൻ ഇനി എന്നിൽ നിന്ന് അവനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അവൻ്റെ അമ്മ ഞാനാണ്, എനിക്കിനി ആകെ ഉള്ളത് അവനാണ്. എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമാണ് അവനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്. അറിഞ്ഞു വേറൊന്നുമല്ല, ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണല്ലോ. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരും ഓക്കെ, ഈ വിധി എഴുതുന്ന കുറച്ച് പേരെ എവിടെയാണ് രേണു കണ്ടത്? രേണുവിൻ്റെ സ്റ്റാറ്റസ്, അതായത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നമ്മൾ ഇടയ്ക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നീ ചാവണം, നീ ചത്തില്ലേ, നിനക്ക് ഇങ്ങനെ തന്നെ വരും എന്ന് പറഞ്ഞ് കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. ഈ കമൻറ്റുകളൊന്നും നമ്മൾ ശരിയാണെന്ന് വാദിക്കുന്നില്ല, തെറ്റാണ്. ഒരു ആൾ വയ്യാതിരിക്കുമ്പോഴത്തേനും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ കമൻറ്റുകളോ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ ഈ ഒരു രോഗത്തിനെ അവഹേളിക്കുന്ന രീതിയിലോ കമൻറ്റുകൾ ഇടാൻ പാടില്ല. പക്ഷേ പൊതുവെ മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു എത്ര വൃത്തികെട്ടവനായിട്ടോട്ടെ എത്ര നല്ലവനായിക്കോട്ടെ അവന് വിഷമമോ ബുദ്ധിമുട്ടോ വരുന്നൊരു സാഹചര്യത്തിൽ ഈ ജനങ്ങൾ അവൻ്റെ കൂടെ നിൽക്കും. എത്ര വൃത്തികെട്ടവനാണെങ്കിലും അവനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മലയാളികൾ കൂടെ നിൽക്കും. തുടക്കത്തിൽ രേണുവിനും ഇതേ സപ്പോർട്ടുണ്ടായിരുന്നു. ശേഷം എന്തുകൊണ്ടാണ് രേണുവിന് ഈ സപ്പോർട്ട് പോയതെന്ന് രേണു ചിന്തിച്ചിട്ടുണ്ടോ? രേണു സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് രേണുവിന് ഈ സപ്പോർട്ട് പോയത്. ഇത്രയും വയ്യാതായി നിൽക്കുന്ന സമയത്തും മാലപ്പടക്കം പോലെ കോൺട്രവേഴ്സി പൊട്ടിക്കാനുള്ളൊരു കഴിവ് രേണുവിന് മാത്രമേ ഉള്ളൂ. മറ്റാരിലും ഞാനിത് കണ്ടിട്ടില്ല. വർഷങ്ങളോളം ലൈം ലൈറ്റിൽ തന്നെ നിൽക്കാനായിട്ട് ഒരു വലിയ കഴിവ് പുള്ളിക്കാരിക്കുണ്ട്. ഈ ഞാൻ പറയുന്നത് കൊല്ലം സുധി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇവരുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരോടും മോനെ വാപ്പക്കുട്ടിൻ്റെ കൊടുക്കട വാപ്പക്കുട്ട എടുത്തിട്ട് മോനെ പൈസ എടുത്ത മാസത്തെ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഇവർക്ക് പല തരത്തിലുള്ള കഴിവുകളും ഉണ്ട്. അഭിനയിക്കാനായിട്ടോ പാട്ട് പാടാനായിക്കോട്ടെ, ഇതൊക്കെ യൂസ് ചെയ്തിരുന്നെങ്കിൽ തന്നെ അവർക്ക് കയറിപ്പോയായിരുന്നു. പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊല്ലം സുധി തിരിച്ചറിഞ്ഞില്ല. കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ കരയില്ല, കാരണം എന്നെ പോലെ ക്യാൻസർ പേഷ്യൻസ് കുറേ പേരുണ്ട്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാകും. ബാക്കി ക്യാൻസർ പേഷ്യൻസിനൊക്കെ നല്ല ഉപദേശങ്ങളാണല്ലോ കൊടുക്കുന്നത്. ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ, ഇപ്പോൾ പിക്ക് ലൈൻ ആദ്യമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇട്ടത് രേണുവിനാണ്. പിക്ക് ലൈൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്നവരോട് ഇത് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് ഓർമ്മ നശിക്കുന്നു, തലയിലെല്ലാം ഒട്ടുന്നു, പശപ്പശപ്പാകുന്നു, ഓർമ്മ നശിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസിന് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. ഈ പിക്ക് ലൈൻ ഇട്ട് അതെന്തോരം ശ്രദ്ധിക്കണമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ രേണുവിന് മനസ്സിലേക്കാണ്. ഞാനിപ്പോൾ ഈ വായിച്ച സാമാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് എത്ര കെയറോടെ ശ്രദ്ധിക്കേണ്ടതാണ്, അതിൽ നിന്ന് എന്തൊക്കെ റിസ്ക് ആണ് വരുന്നതെന്നുള്ളത്. അതെടുത്തിട്ട് എന്ന് പറഞ്ഞ് ആട്ടി കാണിക്കുമ്പോഴത്തേനും വളരെ വളരെ മികച്ച മെസ്സേജാണ് ക്യാൻസർ പേഷ്യൻസിന് രേണു കൊടുക്കുന്നത്. പക്ഷേ കരയുന്നത് മാത്രം ക്യാൻസർ പേഷ്യൻസിന് ബുദ്ധിമുട്ടാവും ഇല്ലയോ? നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും നോക്കണം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നല്ല മെസ്സേജ് ആണോ എന്ന്. ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് നല്ല ആളുകളുണ്ട്, അവർക്ക് വിഷമാകും. അപ്പം എൻ്റെ കുഞ്ഞ് ഇപ്പം എനിക്ക് എന്തെങ്കിലും, അതായത് ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അവൻ്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അവനാകെ അച്ഛൻ മരിച്ചു പോയി. അപ്പോൾ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടർ ഞാൻ ഇന്നത് അറിഞ്ഞു. എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. എനിക്ക് ആകെയുള്ള എൻ്റെ കുഞ്ഞാണ്. അവനെയും കൂടെ എന്നിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇല്ല. ഞാൻ എത്രത്തോളം വിഷമിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ തൊട്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കില്ല. എനിക്ക് എംപതി അല്ലെങ്കിൽ സിമ്പതി അതിനല്ല ഞാൻ ഈ വീഡിയോ എടുത്തതും ഒരിക്കലും. പക്ഷെ സ്നേഹമുള്ളവർ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എൻ്റെ കുഞ്ഞിനെ എനിക്കിനിയിപ്പം ഈ ക്യാൻസറിൻ്റെ വിഷയം ഇനിയിപ്പം മുന്നോട്ട് 5 കീമോ ഉണ്ടോ, അതിലുപരി 2 lakhs മെഡിസിൻ, ഓരോ കീമോയ്ക്കും 2 lakhs മെഡിസിൻ വെച്ച് എനിക്ക് എടുക്കുന്നുണ്ട് ശരീരത്തിൽ. സോ ഓരോ കീമോയ്ക്കും 2 lakhs മെഡിസിൻ വെച്ചെടുക്കുന്നുണ്ട് എനിക്ക്. ഓക്കെ, മനസ്സിലായല്ലോ? ശരി. എങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് ആ ഒരു ഇത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും എനിക്ക് ധൈര്യം തരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ അറിഞ്ഞായിരുന്നു എൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥയിലാണ്. സോ ഓക്കെ, ഈ 2 lakhs മെഡിസിൻ പലയിടത്തായിട്ട് ഈ പറയുന്ന പോലെ പുഷ് ചെയ്ത് പറയുന്നതായിട്ട് കണ്ടു. ഇപ്പോൾ രേണുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അനീഷ് വ്ലോഗ്. പുള്ളിക്കാരനും പറയുന്നുണ്ടായിരുന്നു 2,75,000 മെഡിസിനാണ് രേണു ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മെയിൻ സ്ട്രീം എന്ന് പറയുന്ന രേണുവിനെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രേണുവിൻ്റെ PR ആയിട്ട് വർക്ക് ചെയ്യുന്ന ചാനലും പറയുന്നുണ്ടായിരുന്നു രേണു ഭയങ്കര ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ആ മെഡിസിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇതാണ് മെയിൻ സ്ട്രീം പബ്ലിഷ് ചെയ്ത ആ ഒരു മെഡിസിൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് അവർ മെയിനായിട്ട് പബ്ലിഷ് ചെയ്തത് അതിൻ്റെ MRP റേറ്റ് മാത്രമാണ്. ആ മെഡിസിൻ്റെ പേരോ ആ മെഡിസിൻ്റെ നാളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. MRP എന്ന് പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ്.
അതായത് ഒരു കടയിലൂടെ വിൽക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധിയുള്ള വിലയാണ് ഈ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ മെഡിസിൻ ഏതാണെന്നൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരിട്ട ഈ MRP വെച്ചിട്ട് 2,57,000 ഒരു വയലെന്ന് പറഞ്ഞാൽ ഡപ്പ, അതിന് 1,57,000 വില വരുന്ന മെഡിസിൻ എന്ന് പറയുന്നത് PHESGO എന്ന് പറയുന്ന 600 mg + 600 mg എന്ന് പറയുന്ന മെഡിസിനാണ് രേണു ഉപയോഗിക്കുന്നത്. ഈ PHESGയുടെ പ്രൊനൗൺസിയേഷൻ എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് കേട്ടോ. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ട്, മാനുഫാക്ചർ ചെയ്ത കമ്പനിയുടെ പേര് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇറ്റ് ഈസ് എ ടാർഗറ്റഡ് ഓങ്കോളജി തെറാപ്പി യൂസ്ഡ് അണ്ടർ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ടു ട്രീറ്റ് HER2 പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് തന്നെയാണ് അവർ പബ്ലിഷ് ചെയ്ത സാധനം. രേണു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2,57,000 മെഡിസിൻ പല ആളുകളെ കൊണ്ടും അത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് ഈ ട്രീറ്റ്മെൻറ്റ്. സ്വാഭാവികമായിട്ടും നമ്മൾ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ തന്നെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്ന്, ക്യാൻസർ പോലെ പല ആളുകൾക്കും ഇപ്പോൾ വ്യാപിക്കുന്ന ഒരു അസുഖത്തിന് ഇത്രയും ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്നിന് ഗവൺമെൻറ് എന്തെങ്കിലും സ്കീമുകളൊക്കെ കൊടുക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കീംസ്, ആയുഷ്മാൻ ഭാരത്, സ്റ്റേറ്റ് ഹെൽത്ത് കാർഡ്സ്, ഈ 2 മാർഗങ്ങൾ മൂലമാണ് ഈ ഒരു മെഡിസിൻ പല ആളുകളിലേക്ക് എത്തിക്കുന്നത്. If the patient is eligible for Ayushman Bharat, PMJAY or state specific health insurance scheme, the treatment packages frequently cover oncology drugs completely up to the package limits. ദിസ് പ്രൈവറ്റ് മെഡിസിൻസ് എല്ലാം കിട്ടും. ഈ മെഡിസിൻ 2 തരത്തിലെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒന്ന് 15 മുതൽ 17% വരെ ഡിസ്കൗണ്ടിൽ എത്തിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അതായത് ഒരു ഷോപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും പരമാവധി എമൗണ്ടാണ് MRPക്കകത്ത് ഒരു 2,57,000 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ ഒരു റേറ്റിനായിരിക്കില്ല പല ഹോസ്പിറ്റലുകളിലും പല ഫാർമസികളിലും ഈ മെഡിസിൻ വിൽക്കുന്നത്. ഇതിന് പല സ്കീമുകളും കയറി 17% വരെ ഡിസ്കൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ 2,57,000 രൂപയുടെ 17% ഡിസ്കൗണ്ട് കയറി വരാൻ സാധ്യതയുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചില ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇത്രയും ഹൈലി കോസ്റ്റ് മെഡിസിൻ ഒരു മനുഷ്യൻ്റെ ജീവൻ, രേണു തന്നെ അതിൽ പറയുന്നുണ്ട് എൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് ഇത് വേണമെന്നുള്ളത്, ജീവൻ തിരിച്ചു വരാനായിട്ട്, ആ മെഡിസിൻ ഇവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെന്ന് കാണിച്ച് രേണു തന്നെ ഇലക്ഷൻ സമയത്ത് പറയുന്നുണ്ടായിരുന്നു മഞ്ഞക്കാടാണ്, അതുകൊണ്ട് അരിയൊക്കെ ഫ്രീ കിട്ടും എന്നുള്ളത്. അങ്ങനെ ഒരാൾക്ക് ഈ മെഡിസിൻ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രീ അല്ലെങ്കിൽ പോലും 17% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ 2,57,000 എന്നുള്ള MRP റേറ്റ് വെച്ചിട്ട് ഈ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? അത് രേണു ആകട്ടെ, ഈ പറയുന്ന അനീഷ് വ്ലോഗ് ആകട്ടെ, അതുപോലെ തന്നെ മെയിൻ സ്ട്രീം ആയിക്കോട്ടെ, എല്ലാവരും ആ മരുന്നിൻ്റെ പേരോ നാളൊന്നുമില്ല, എമൗണ്ട് മാത്രം. ഇതാണ് ആ മെഡിസിൻ്റെ കാര്യം. ഇനി രേണു പറയുന്ന ബാക്കി നമുക്ക് കേൾക്കാവേ. അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ വന്ന് പറയാണ്, എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽദാസിനെ തങ്കച്ചൻ PG, അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി രമ്യ ലിബുവിനെയോ, അല്ലെങ്കിൽ ലിബു എൻ്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്കാരും വിശ്വാസമില്ല. എൻ്റെ കുഞ്ഞിനെ ഋതുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എൻ്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എൻ്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എൻ്റെ കുഞ്ഞിനെ. അതിനുള്ള നിയമപരമായിട്ട് എന്തായാലും മുന്നോട്ട് തന്നെ ഞാൻ പോകും. എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാനത് ചെയ്യും. കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഓക്കെ. അപ്പോൾ രേണു പറയുന്നത്, രേണു ഈ കുട്ടിയുടെ അമ്മയാണ്. അമ്മ എന്ന നിലയിൽ രേണു പറയുന്നത് തനിക്ക് ക്യാൻസർ ബാധിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുശേഷം എൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഞാൻ ഏൽപ്പിക്കുന്നത് ഇന്ന ആളുകളെയാണ്. അതായത് രേണുവിൻ്റെ അച്ഛൻ, അമ്മ, രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ്, ഇത്ര ആളുകളെയാണ് നോക്കാൻ ഏൽപ്പിക്കുന്നത്. അതിനുവേണ്ടി നിയമപരമായിട്ട് രേണു എന്ത് ചെയ്യുമെന്നാണ് രേണു പറയുന്നത്. ബേസിക്കലി ഹിന്ദു ഗാർഡിയൻഷിപ്പ് ആൻഡ് വേർഡ് ആക്ട് 1890 പ്രകാരം പറയുന്നത് ആർക്ക് വേണമെങ്കിലും ഒരു കൊച്ചിൻ്റെ കസ്റ്റോഡിയൻ അവകാശപ്പെടാം. അത് ഈ അമ്മയുടെ വീട്ടുകാർക്കാകട്ടെ അപ്പൻ്റെ വീട്ടുകാർക്കാകട്ടെ ആർക്ക് വേണമെങ്കിലും അവകാശപ്പെടാം. ഇതിനകത്ത് ഹിന്ദു മാരേജ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956 സെക്ഷൻ 6 പ്രകാരമാണ് ഒരു കുട്ടിയുടെ അച്ഛൻ എന്താണ് റൈറ്റ്, അമ്മയ്ക്ക് എന്താണ് റൈറ്റ്സ് എന്നുള്ള കാര്യത്തിലേക്ക് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള റൈറ്റ്സ് വരുന്നത്
അച്ഛനാണ്, അച്ഛനില്ലാത്ത പക്ഷമാണ് അമ്മയ്ക്ക് റൈറ്റ് വരുന്നത്. ഇനി ഈ പറയുന്ന ഹിന്ദു മാരേജ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956 സെക്ഷൻ 9 വിൽപത്രം എഴുതി വെച്ച് ഈ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ തൻ്റെ കുഞ്ഞിൻ്റെ ഗാർഡിയൻഷിപ്പ് ആരിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ രേണു പറഞ്ഞ പോലെ രേണു ഇതേപോലെ ഒരു വിൽപത്രം എഴുതുകയാണ്, എൻ്റെ കാലശേഷം എൻ്റെ മകനെ നോക്കാനുള്ള പെർമിഷൻ ഞാൻ ഇന്ന ആളുകൾക്ക് കൊടുത്തിരിക്കുന്നു എന്ന് രേണു ഈ ഹിന്ദു മാരേജ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956 സെക്ഷൻ 9 പ്രകാരം കൊടുക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് ക്രൈറ്റീരിയകൾ നോക്കും. ഒന്ന്, ഇങ്ങനൊരു ഗാർഡിയൻഷിപ്പ് കൊടുക്കുമ്പോഴത്തേനും ആ സാധനം ആപ്ലിക്കബിളായി ഇങ്ങനെ ഗാർഡിയൻഷിപ്പ് പ്രകാരം ഇവർക്ക് കിട്ടും. പക്ഷേ ഇത് ആരെങ്കിലും ഇതിനൊരു തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും രേണു ഇപ്പോൾ പറഞ്ഞു വരുന്നത് കിച്ചുവിനെയാണ്. ഇപ്പോൾ കിച്ചുവോ അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ വീട്ടുകാർ ഒരു തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പല കാര്യങ്ങളും നോക്കും. കോടതി മെയിനായിട്ട് നോക്കുന്നൊരു സാധനം, ഇപ്പോൾ രേണു ഇങ്ങനെ വിൽപത്രം എഴുതി വെച്ച് പോലും ഇല്ല പോലും, ആ കൊച്ചിന് എവിടെയാണ് സേഫ്റ്റി, ആ കൊച്ച് ഏത് റിലേറ്റീവിൻ്റെ അടുത്താണ് കംഫർട്ടബിൾ, ആ കുട്ടിയെ ആർക്കാണ് പഠിപ്പിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ളത്, ആ കൊച്ചിന് വേണ്ടുന്ന നല്ല ജീവിത സാഹചര്യങ്ങൾ കൊടുക്കാൻ ശേഷിയുള്ളത് ആർക്കാണ്, ഇങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ഈ കുഞ്ഞിനെ ആർക്ക് വേണമെന്ന് കോടതി തീരുമാനിക്കുന്നത്. ബേസിക്കലി രേണു ഇങ്ങനെ ഒരു വിൽപത്രം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മേൽക്കൈ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പ്രശ്നം, ഈ കുട്ടിയുടെ മേൽനോട്ടത്തിനെക്കുറിച്ച് ആരെങ്കിലും ഒരു തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ ഇത് കോടതിയിലേക്ക് പോവുകയും കൊച്ചിൻ്റെ നന്മയെ നോക്കും. അന്നേരം ഈ വിൽപത്രം എന്ന് പറയുന്ന സാമാനം ഇല്ലാതാവും. സോ നിങ്ങൾ ഇത്രയും നാൾ ഈ കുട്ടി എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്, കുട്ടി അതുകൊണ്ട് ആരുടെ കൂടെ പോകണമെന്ന് താല്പര്യപ്പെടുന്നു, ഇങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയസ് അതിനകത്ത് വരും. ഇതാണ് നിയമപരമായിട്ട് പുള്ളിക്കാർ പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിയമപരമായിട്ട് പോയിട്ട് വലിയ കഥയൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ വീട്ടുകാർ നന്നായിട്ട് നോക്കുമെങ്കിൽ അവിടെ ഇരിക്കും. അതല്ലാതെ അവരൊരു ക്ലെയിം ഉണ്ടാക്കി കഴിഞ്ഞ് ഇത്രയും നാൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് പടവെട്ടിക്കൊണ്ടിരുന്നത് കോടതിയിലും പോയി വെട്ടട്ടെ, ബാക്കി കേൾക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ നോബൽ ഫിലിപ്പ് അമ്പലവല്ലി ബിഷപ്പ്, അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്. എന്നെപ്പറ്റി ഉള്ളിൽ പ്രീസ്റ്റ് ആയിരുന്നു, നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അത് ഇപ്പോഴാണോ രേണുവിന് മനസ്സിലായത് അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണെന്നുള്ള കാര്യം? നേരത്തെ ഒരു നാൾ വിഷപ്പാമ്പ് എന്നൊക്കെ വിളിച്ചപ്പോൾ അറിയത്തില്ലായിരുന്നില്ലേ പുള്ളി ഒരു പ്രീസ്റ്റാണ്, നമുക്ക് സ്ഥലം തന്ന് സഹായിച്ചൊരു വ്യക്തിയാണെന്ന് അന്നേരം അറിയത്തില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ രണ്ടും ഒറ്റക്കെട്ടായി. അന്നേരം ബാക്കി കുറ്റം പറയുന്നവർക്കൊക്കെ പ്രശ്നക്കാരായി. രേണു പുണ്യവതിയായി, രേണുവിന് ബിഷപ്പ് ഒരു ദൈവപുത്രനായി, നമ്മളൊക്കെ ഒരു മറ്റവന്മാരുമായി. എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ കുറച്ച് വ്ളോഗേഴ്സ്. ഇത് നിങ്ങൾ പറഞ്ഞു വെച്ച് പറഞ്ഞാണോ? പുള്ളിക്കാരനും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് മുഖം കറപ്പിച്ച് പറഞ്ഞില്ല, സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ പറഞ്ഞത്. അത് തന്നെയാണ് രേണുവും പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ തമ്മിലുള്ള പ്രശ്നം. നേരിട്ട് വരുമ്പോൾ ഒരു പ്രശ്നമില്ല, സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പാരലൽ യൂണിവേഴ്സ് ആണല്ലോ. അവിടെ സംഭവിക്കുന്ന വേറെ റിയൽ വെസസ് റിയലാണ് ഇവർ പറയുന്ന സാധനം. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേർക്ക് നേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്ക് നേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും. പുള്ളിക്ക് ദൈവികമായ ചൈതന്യം എന്നൊന്നും പറയല്ലേ. ഈ ദൈവപുരുഷൻ നമുക്ക് ചില്ലും കൂട്ടി വെച്ചിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചാലോ? ഈ ദൈവപുരുഷൻ ചെയ്ത പരിപാടി നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഇനിയിപ്പോൾ എടുത്തു പറയണ്ടല്ലോ പ്രത്യേകം. ഒരാളെ കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റൊരാളെ കരണം പുകച്ച് അടിക്കുന്ന പരിപാടിയാണ് ഈ ബിഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബിഷപ്പ് ഒരിക്കലും ഒരു പ്രീസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആരോട് പറയാ? ഇവരെല്ലാം അപ്പം കാണുന്നവരെ. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു, ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതെൻ്റെ ജീവിതം. പുള്ളി ഇപ്പോൾ ഫുള്ള് രേണുവിൻ്റെ വീട്ടിലാണ്. രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് 3 നേരം മെഡിസിൻ കിട്ടുന്ന പോലെ പോയി പ്രാർത്ഥിക്കുക. നല്ല കാര്യമാണ്. ഒരു ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹം പോകണം, പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം, പ്രാർത്ഥനയിലൂടെ അവരെ ഓർക്കണം, ദൈവവചനങ്ങൾ അവരെ പഠിപ്പിക്കണം. നല്ല കാര്യമാണ്, അതിലൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഈ ഒരുമാതിരി കുത്തുന്ന പരിപാടി ചെയ്യരുത്. ഇവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു കുടുംബത്തിന് നന്മ കൊടുക്കുമ്പോഴത്തേനും മറ്റൊരുത്തനെ കൊലയ്ക്ക് കൊടുക്കുന്ന പരിപാടി പുള്ളി ചെയ്യരുത്. ഒരു ബിഷപ്പ് എന്ന നിലയിൽ പുള്ളി അത് ചെയ്തോട്ടെ, നല്ല കാര്യമാണ്, അത് സൂപ്പർ. വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തെന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തില്ല. അതിനുവേണ്ടി അത് ശരിയാട്ടോ, ഒരു വീട് കൊടുത്തെന്നല്ലാതെ പുള്ളി ഒരു തെറ്റും ചെയ്തിട്ട് പുള്ളി ജീവിതത്തിൽ ചെയ്തൊരു തെറ്റതാണ്.
എനിക്ക് ആകെയുള്ള വരുമാന മാർഗ്ഗം എൻ്റെ യൂട്യൂബ് ചാനൽ മാത്രമാണ്. എനിക്ക് കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിൻ്റെ കൂട്ടത്തിൽ വേറെ 2 lakhs മരുന്നും ഓരോ കീമോയ്ക്കും 2 lakhs. ഇപ്പം ഇത്ര നമ്മൾ മുമ്പേ പറഞ്ഞ എത്രയായിരുന്നു? 2,57,000 രൂപ. അത് 2 lakhs ആയിട്ട് കുറഞ്ഞു കേട്ടോ. ഇപ്പോൾ 57,000 രൂപ നിപ്പി കുറഞ്ഞു. ഞാനത് ഉണ്ടാക്കണം, എനിക്കത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഇതില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം. പ്ലീസ് നിങ്ങൾ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഈ സബ്സ്ക്രൈബ് അല്ല, സബ്സ്ക്രൈബ്. എത്ര തവണയാണ് പറഞ്ഞിരുന്നേ? എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളില്ലേ? തിരിച്ചു പറയില്ലേ? സബ്സ്ക്രൈബ് അങ്ങനെ വേണം പറയാൻ. ഇപ്പോൾ രേണു ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. കാണുന്നവരൊക്കെ അവരെ സബ്സ്ക്രൈബ് ചെയ്യുക, അവരുടെ വീഡിയോ കാണുക. ആ വീഡിയോയിലൂടെ അവരൊരു വരുമാനം ജനറേറ്റ് ചെയ്യട്ടെ, അവർക്ക് ജീവിക്കാനൊരു മാർഗ്ഗം വരട്ടെ, അവർക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ, എല്ലാം സാധിക്കട്ടെ. പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്നാണെന്നറിയോ? ഈ അസുഖമൊക്കെ ഭേദമായതിനു ശേഷം തിരിച്ച് സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞിട്ട് വന്നിട്ട് മറ്റേ പരിപാടി അതിനകത്ത് കാണിക്കരുത്. ഏതാ ഒരു ഞാൻ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. കാരണം രേണു കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നൊരു സബ്സ്ക്രിപ്ഷൻ പോസ്റ്റ് കാണാനിടയെ എന്തോ കുട്ടന്മാരെ ഞാൻ തിരിച്ചു വരുന്നു അങ്ങനെ കണ്ട്. തിരിച്ചു വരുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരണം. എൻ്റെ പ്രാർത്ഥനയിൽ ഞാനും ഓർക്കാറുണ്ട്. പക്ഷേ തിരിച്ചു വന്നിട്ട് വീണ്ടും ചെകുത്താൻ്റെ പാതയിലേക്ക് പോകില്ലേ? ഒരു കഷ്ടത വരുമ്പോൾ ദൈവത്തിൻ്റെ കൈ മുറുക്കി പിടിച്ചിട്ട്, നന്മ വരുമ്പോഴത്തേനും ദൈവത്തിൻ്റെ കൈ പിടിച്ചിട്ട് സാത്താൻ്റെ വഴിയിലൂടെ പോകുന്ന പരിപാടി കാണിക്കില്ലേ? ഇപ്പോൾ രേണുവിനെക്കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. ഒരുപാട് അലിഗേഷൻസ് വന്നിട്ടുമുണ്ട്, വരുന്നുമുണ്ട്. ഈ അലിഗേഷൻസ് എല്ലാം മുങ്ങിപ്പോയത് നിങ്ങൾക്കൊരു വയ്യായിക വന്നപ്പോഴാണ്. രേണു തുടക്കം മുതൽ എന്ത് വിഷയം ചോദിച്ചാലും കള്ള മാത്രമേ പറയത്തുള്ളൂ. രേണുവിൻ്റെ വിവാഹം ആദ്യം ഒന്നേ കെട്ടിയിട്ടുള്ളൂ, പിന്നെ നിയമപരമായി ഞാൻ കെട്ടിയ ഒരാൾ സുധി മാത്രമാണെന്നുള്ള രീതി മാറ്റി പറഞ്ഞു. രേണുവിൻ്റെ മറ്റേ ഗർഭം അത് ആദ്യം എന്താ ഹനാൻ വന്ന് പറഞ്ഞപ്പോഴത്തേനും ആദ്യം അത് ഉണ്ട് പോലും ഇല്ല പോലും എന്ന് പറഞ്ഞിട്ട് ആ സാധനം മുക്കി. 3 ആദ്യം ഈ ക്യാൻസർ ആണെന്നുള്ളത് പുറത്ത് പറഞ്ഞപ്പോഴത്തേനും രേണു ചത്താൻ സമ്മതിക്കത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ വന്ന് നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. ഇന്ന് വരെ രേണു സത്യസന്ധമായിട്ടൊരു സാധനം പറഞ്ഞിട്ടില്ല. ആരെന്ത് പറഞ്ഞാലും രേണുവിന് തോന്നുകയാണ് ചെയ്യുന്നത്. നല്ല കാര്യം, നമ്മൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് തോന്നുന്നതൊക്കെ ചെയ്യാം. പക്ഷേ ഇത് വീണ്ടും ഇപ്പോൾ ഈ വിശപ്പ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ദൈവവചനം പറയുന്നൊക്കെ കേട്ടിട്ടാണ് പുള്ളിക്കാരൻ കൂടെ നിൽക്കുന്നത്. ഈ തവണയെങ്കിലും ദൈവ പ്രതിപുരുഷനെ തേക്കല്ലേ കേട്ടോ. രോഗത്തിൽ നിന്ന് രക്ഷിച്ച് തിരിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ അമ്മയായിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ ആ സ്നേഹവും പിന്നെ ഒരുപാട് ലോകത്തിലുള്ള ഒരുപാട് നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നത്. നല്ല കാര്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. തിരിച്ചു വന്ന് അസുഖത്തിനെയൊക്കെ പടവെട്ടി പൊരുതിയ ഒരു ക്യാൻസർ സർവൈവറായി മാറട്ടെ. അതിനൊക്കെ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇല്ലാത്ത കഥകൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. അതായത് പാലിൽ വെള്ളം ചേർക്കാം, നമുക്ക് മനസ്സിലാവും. പക്ഷേ പറയുന്ന വാചകത്തിൽ വെള്ളം ചേർക്കാൻ അതും കുഴപ്പമില്ല, അതിലൊന്നും വെള്ളം ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പാലിന് ആനുപാതികമായി വെള്ളം ചേർക്കണ്ടേ? 1 ലിറ്റർ പാലിനകത്ത് 15 ലിറ്റർ വെള്ളം ചേർത്താൻ കഴിയും. അതുപോലെയാണ് രേണു പറയുന്ന പല കണക്കുകളും കഥകളും. ഈ ഒരു സാഹചര്യത്തിനെങ്കിലും കോൺട്രവേഴ്സി പോയി വീഴുന്ന പോലത്തെ സാധനങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി എൻ്റെ ഹരം പിടിച്ചുകൊണ്ടാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇത് കണ്ട് മനസ്സിലാക്കിയവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ തിരുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയാണ്.